ഹലോ എവ്രി വൺ. നിങ്ങളുടെ പഠനത്തിന് ശേഷം നല്ല ഒരു സർക്കാർ ജോലി നേടുക എന്നത് ഒത്തിരി പേരുടെ ഡ്രീമാണ് അല്ലേ? നമ്മുടെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് വേക്കൻസീസ് എല്ലാം PSC എക്സാം വഴി ഫില്ല് ചെയ്യപ്പെടുന്നത് പോലെ ബാങ്കുകളിലെ ഉന്നതമായിട്ടുള്ള ജോലികളിലേക്കൊക്കെ ബാങ്ക് എക്സാം വഴി റിക്രൂട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത് പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന പല മിനിസ്ട്രികളിലേക്കും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും റിക്രൂട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയാണ്. അപ്പോൾ നിങ്ങളിൽ പലരും ഈ ഒരു ടേമിനെ പറ്റി കേട്ടിട്ടുണ്ടാകും, എന്നാൽ ചിലർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി എന്താണ് SSC എക്സാംസ്? നിങ്ങൾ ജസ്റ്റ് പഠനം കഴിഞ്ഞ് അല്ലെങ്കിൽ മേ ബി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു നല്ല ഗവൺമെൻറ് ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്താണ് SSC എന്നറിയണം. SSC നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുതരുന്ന അവസരങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് SSC, നിങ്ങൾക്കിതിൽ അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ആർക്കൊക്കെ ഇത്തരം ജോലികളിലേക്ക് അപേക്ഷിക്കാം, ഇത്തരം ജോലികളിൽ വരുന്ന ജോലികൾ ഏതൊക്കെ ടൈപ്പാണ്, അതിൻ്റെ പ്രൊമോഷൻസ് എങ്ങനെയാണ്, സാലറി എത്ര കിട്ടും, ഏതൊക്കെ എക്സാംസ് ആണ് തുടങ്ങി SSC വഴി നടത്തപ്പെടുന്ന നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി നടത്തപ്പെടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റിൻ്റെയും ഓവർവ്യൂ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ എന്താണ് SSC എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു PSC പോലെയും ബാങ്കിങ് പോലെയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അല്ലേ? ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ജോലികളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത് SSC വഴിയാണ്. SSC എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ്. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ബോഡിയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ജോലിയായിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സാലറിക്ക് പുറമെ ഒരുപാട് ബെനിഫിറ്റ്സും ലഭിക്കുന്നതായിരിക്കും. ഇനി SSC ജോലികളെ പറ്റി കേൾക്കുമ്പോൾ പൊതുവേ കുട്ടികൾക്കുള്ള ഒരു സംശയമാണ്, SSCയിൽ വഴി നിങ്ങളിപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ കേരളത്തിൽ പോസ്റ്റിംഗ് കിട്ടുമോ, ഡൽഹിയിലായിരിക്കില്ലേ എന്ന്. അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലും ഒക്കെ ഒരുപാട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന എന്തെല്ലാം ഓഫീസുകളുണ്ട്. നിങ്ങളുടെ നാട്ടിൽ പാസ്പോർട്ട് ഓഫീസില്ലേ, GST ഓഫീസില്ലേ, അങ്ങനെ എന്തെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ നാട്ടുകളിൽ തന്നെ, നമ്മുടെ ടൗൺസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്നത് ജോലികളുണ്ട് SSCയിൽ. ഓക്കെ, അപ്പോൾ കേരളത്തിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാം. ഇനി ഡൽഹിയിലേക്ക് മാത്രം വരുന്ന ജോലികളും ഉണ്ട്. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ള ലൊക്കേഷൻ അനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് SSC അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞ എക്സാംസ് പോലെ PSC പോലെയോ ബാങ്കിങ് പോലെയോ ഒക്കെ തന്നെയാണ് നമ്മുടെ SSCയുടെ എക്സാംസും വരുന്നത്. ഈ എക്സാംസിനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സിലബസും വരുന്നുണ്ട്. സോ ഈ എക്സാംസിൻ്റെ എല്ലാം തന്നെ സെലക്ഷൻ നടക്കുന്നത് 1 അല്ലെങ്കിൽ 2 ലെവൽ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിലൂടെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള എക്സാംസ് ഒന്നും തന്നെ ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യപേപ്പർ, അതായത് നിങ്ങൾ കൈകൊണ്ട് എഴുതി essay പോലെ എഴുതി വരേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ വളരെ കുറവാണ്. സോ കൂടുതലും മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇനി എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ആർക്കൊക്കെ ഈ SSC എക്സാംസ് എഴുതാം? നല്ല ജോലിയുള്ള അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള, സമൂഹത്തിൽ നല്ല റെസ്പെക്റ്റ് ലഭിക്കുന്ന, നല്ല സാലറി കിട്ടുന്ന, നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ജോലി ആഗ്രഹിക്കുന്ന ആർക്കും എഴുതാവുന്ന എക്സാംസ് ആണ് SSC എക്സാംസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന ജോബ് സെക്യൂരിറ്റി വളരെ ഹൈ ആയിരിക്കും. നിങ്ങൾ ഒരിക്കൽ സർവീസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കൊള്ളില്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ മാത്രമാണ് അവർ നിങ്ങളെ ജോബിൽ നിന്ന് പുറത്താക്കുകയുള്ളൂ. സോ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വയലേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരുള്ളൂ. സോ അല്ലാത്തിടത്തോളം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സെക്യൂർ ആയിട്ടുള്ളൊരു ജോബായിരിക്കും ഇതിലൂടെ ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, സോ പല സ്ഥലത്തും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കും. സോ അത് കേരളത്തിൽ പുറമേ മാത്രമല്ല, കേരളത്തിലും ഇഷ്ടം പോലെ പോസ്റ്റിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അധികവും സിറ്റികളിലും ഒക്കെ ആയിരിക്കും. സോ നല്ലൊരു ലൈഫ് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഏതൊക്കെ ടൈപ്പാണോ ജോലികൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ചിലർക്ക് യൂണിഫോം ജോലികളായിരിക്കും ഇഷ്ടം, ചിലർക്ക് ക്ലറിക്കൽ ജോലികളായിരിക്കും, ചിലർക്ക് ഫീൽഡ്
ജോലികളായിരിക്കും. അതെല്ലാം തന്നെ SSCയിൽ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രായപരിധിയാണ്. സോ ബേസിക്കലി നമ്മൾ നോക്കിയാൽ പ്രായം പൂർത്തിയായ ഏതൊരാൾക്കും 30 അല്ലെങ്കിൽ 32, ചില പോസ്റ്റുകൾക്ക് സ്പെസിഫിക്കലി 32 ആണ്, 30 വയസ്സ് നമുക്ക് ജനറൽ ആയിട്ട് എടുക്കാം. സോ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ 30 വയസ്സിന് ഉള്ളിൽ പ്രായമുള്ള ആർക്കും ഈ എക്സാംസിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ ഓരോ എക്സാംസിനും ഓരോ പ്രായപരിധിയാണ് കൂടുതലും വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ നമ്മുടെ +2 യോഗ്യത വരുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും 27 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക. എന്നാൽ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ള പോസ്റ്റുകളിൽ പലതിനും പലതാണ്. ചിലതിന് 30 വയസ്സ് വരെയുണ്ട്, ചിലതിന് 32 വയസ്സ് വരെയുണ്ട്, ചിലതിന് 27 വയസ്സ് വരെയാണ് വരുന്നത്. പക്ഷേ ജനറലി നമുക്കിങ്ങനെ പറയാം, 18നും 30നും ഇടയിൽ പ്രായമുള്ള ആൾക്കാർക്ക് ഈ ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഈ പറയുന്ന പ്രായപരിധി നമ്മുടെ ജനറൽ കാറ്റഗറിയുടെ, അൺറിസർവ്ഡ് കാറ്റഗറിയുടെ പ്രായപരിധിയാണ്. സോ നിങ്ങൾ ഒരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ എല്ലാ ഗവൺമെൻറ് എക്സാംസിനും കിട്ടുന്നത് പോലെ തന്നെ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. SC/ST ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. ആൻഡ് ഡിസബിലിറ്റി വരുന്ന കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 10 to 15, അത് നിങ്ങളുടെ കാറ്റഗറിയുടെ ഓഫ് ഡിസബിലിറ്റി അനുസരിച്ചിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിക്കുന്നത്. സോ ഞാൻ ഡിസബിലിറ്റി എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഫീൽഡ് ഡ്യൂട്ടി അല്ലാത്ത ക്ലറിക്കൽ ജോലികളിലേക്കൊക്കെ ധാരാളം ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെയും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർക്കും ഇതൊരു ലിമിറ്റേഷൻ അല്ല. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ എക്സാംസിന് ഏതൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 18 വയസ്സ് പൂർത്തിയാക്കി ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ആണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് പല തരത്തിലുള്ള എക്സാംസ് SSCയിലുണ്ട്. അതിൽ ഒന്ന്, നിങ്ങളിപ്പോൾ ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ SSCയുടെ കീഴിൽ വരുന്ന MTS, അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന എക്സാം നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ പോലീസ്, അതായത് സെൻട്രൽ പോലീസിൻ്റെ കീഴിൽ വരുന്ന, സ്റ്റേറ്റ് പോലീസ് അല്ല, സെൻട്രൽ പോലീസിൻ്റെ കീഴിൽ വരുന്ന ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ അല്ലെങ്കിൽ GD കോൺസ്റ്റബിൾ എന്ന കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള 2 എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, 10ാം ക്ലാസ്സുകാർക്ക് മാത്രമാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാകും. അല്ല, നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മിനിമം 10ാം ക്ലാസ് വേണമെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഒരു MTS കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് കൂടുതലും വലിയ ക്ലറിക്കൽ ജോലിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത, ഫീൽഡ് ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത ചെറിയ ജോലിയാണ്. സോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ ജോലി കിട്ടാം, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടാം, കസ്റ്റംസിൽ ജോലി കിട്ടാം. അവിടേക്ക് ഒരു ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ പോലത്തെ ജോലിയായിരിക്കും ഈ MTSലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 10th ശേഷം വരുന്നത് 12th പാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ജോലികളാണ്. സോ +2 യോഗ്യതയുള്ളവർക്ക് കൂടുതലും വരുന്നത് ക്ലറിക്കൽ പോസ്റ്റുകളാണ്. അപ്പോൾ അതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CHSL നമ്മൾ പറയുകയാണെങ്കിൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം എന്നാണ് CHSL എക്സാമിന് നമ്മൾ പറയുന്നത്. സോ അപ്പോൾ ഇവിടെ CHSL എക്സാമിലൂടെ പ്രധാനമായിട്ടും 3 റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. അത് 3ഉം ക്ലറിക്കൽ പോസ്റ്റുകൾ തന്നെയാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് DEO അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അതിനുശേഷം LDC ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അതിനുശേഷം JSA ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഇത് 3ഉം ക്ലറിക്കൽ പോസ്റ്റുകളാണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പല മിനിസ്ട്രികളിലും ഡിപ്പാർട്ട്മെൻറ്റുകളിലും ക്ലറിക്കൽ ജോലികളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നല്ലത് CHSL എക്സാമിനേഷനാണ്. ഒട്ടും ഫീൽഡ് ഡ്യൂട്ടി ആവശ്യമില്ലാത്ത ഒരു എക്സാമിനേഷനാണ്. സോ നിങ്ങൾ രാവിലെ ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ്, സാറ്റർഡേ സൺഡേ ലീവ്. ആ ഒരു സാധാരണ ഗവൺമെൻറ് ഓഫീസ് സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ചില പോസ്റ്റുകളിലേക്ക്, അതായത് ഇപ്പം സെൻട്രൽ പോലീസ് CPOയുടെ കീഴിൽ വരുന്ന ചില കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും +2 യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കാണ്. ഇനി അതിൽ തന്നെ SI പോസ്റ്റ്, അതായത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിൽ വരുന്നത് ഡിഗ്രി എലിജിബിലിറ്റി ഉള്ള ആൾക്കാർക്കാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാജുവേറ്റ്സിന് അല്ലെങ്കിൽ ഡിഗ്രി എലിജിബിലിറ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന SSCയുടെ കീഴിൽ വരുന്ന പോസ്റ്റുകളെ പറ്റിയിട്ടാണ്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് CGL ആണ്. സോ നമ്മുടെ മിനി UPSC എന്നൊക്കെ പറയുന്ന ഒരു എക്സാമിനേഷനാണ് SSCയുടെ CGL അഥവാ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. അപ്പോൾ എന്താണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് വെച്ചാൽ, ഈ രാജ്യത്തെ എല്ലാ ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇതിലൂടെ ഏകദേശം 36 പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് സാധാരണ നടക്കാറ്.
അപ്പോൾ അതിൽ പല ലെവലിൽ വരുന്ന ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ആയിരുന്ന പല പോസ്റ്റുകളും ഇവിടേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 57,000 തുടങ്ങി നിങ്ങൾക്ക് 1,50,000 വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് CGL എക്സാമിലൂടെ നടത്തപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പോസ്റ്റുകളാണ്. നിങ്ങൾ പലപ്പോഴും നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ CGLിലൂടെ വരുന്ന ഗ്ലാമറസ് ആയിട്ടുള്ള CBIയിലെ ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, കസ്റ്റംസ് ഓഫീസറിൻ്റെ പോസ്റ്റുകൾ, പിന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഈ കാണുന്ന ഒരുപാട് എയർപോർട്ടിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ, കസ്റ്റംസ് ഓഫീസേഴ്സൊക്കെ, ഇവരുടെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ബേസിക്കലി ഈ ഒരു CGL എക്സാമിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ഒരു കരിയർ ജേർണി തരുന്ന പോസ്റ്റുകളെല്ലാം തന്നെ CGL എക്സാമിലൂടെയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. ആൻഡ് അടുത്തത് CPO എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ, ഇതിനെയാണ് നമ്മൾ CPO എന്ന് പറയുന്നത്. സോ നമ്മുടെ കേരള പോലീസ് ഉള്ളതുപോലെ തന്നെ മൊത്തം കൺട്രിയുടെ പോലീസ്, അതിനെയാണ് നമ്മൾ CPO എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ബോർഡറിൽ വരുന്ന BSF വരുന്നുണ്ട്, അതിനുശേഷം ഡൽഹി പോലീസ് വരുന്നുണ്ട്, ഇനി ITBP എന്ന് പറയുന്ന ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി. ബേസിക് ആയിട്ട് വരുന്ന സെൻട്രൽ പോലീസിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഇതിലൂടെ നടത്തപ്പെടുന്നത്. സോ അതിലെ SI പോസ്റ്റുകൾക്ക്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾക്ക് മിനിമം വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രിയാണ്. അതേസമയം അവിടുത്തെ കോൺസ്റ്റബിൾ പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് +2 ഉണ്ടായാലും മതി. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. സോ ഇനി വീണ്ടും ഇതിൻ്റെ ഒരു ചെറിയ ടൈപ്സ്, എക്സാമിൻ്റെ ടൈപ്പ് ഞാനിവിടെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10th പാസ് ആയവർക്ക് നേരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് MTS എക്സാമിനേഷൻ. +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷനാണ് CHSL എക്സാമിനേഷൻ. വീണ്ടും ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് CGL എക്സാമിനേഷൻ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് പോലെ വരുന്ന ജോലികൾ വരുന്നുണ്ട്, ഇനി ക്ലറിക്കൽ ജോലികൾ വരുന്നുണ്ട്, ഫീൽഡ് ഡ്യൂട്ടീസ് വരുന്നുണ്ട്, വീണ്ടും യൂണിഫോം പോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ 4 പ്രൊഫൈലിൽ വരുന്ന ജോലികളും ഈ ഒരു എക്സാമിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാം. മനസ്സിലായല്ലോ? സോ ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഓഫീസ് ജോലികൾ മാത്രമാണെന്ന് വിചാരിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ പോലീസിലേക്കുള്ളത് മാത്രമാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അതല്ല, ഏത് പ്രൊഫൈലിലുള്ള ജോലികളും ഇവിടെയുണ്ട്. ഇനി SSCയുടെ കീഴിൽ വരുന്ന ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഉണ്ട്. സോ അവിടെ നമ്മുടെ പല പ്രോജക്റ്റുകളുടെയും, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BROയുടെ ഒക്കെ പല പ്രോജക്റ്റുകളിലും അവിടെ ഭാഗമാകുന്നത് ഇത്തരം എക്സാമിലൂടെ, SSC JE പോലെയുള്ള എക്സാമിലൂടെ സെലക്ട് ചെയ്യപ്പെടുന്ന എഞ്ചിനീയേഴ്സാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം കൂടെ തന്നെ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയണം മറ്റൊരു എക്സാം കൂടിയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത്രയും ബാക്കിയുള്ള എക്സാംസിൻ്റെ അത്രയും വേക്കൻസീസ് വരാറില്ലെങ്കിലും ഇത്തരം എക്സാംസിലൂടെ ഫില്ല് ചെയ്യപ്പെടാത്ത അവിടെയും ഇവിടെയുള്ള ചില വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ളൊരു എക്സാമാണ് SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം സാലറി റേഞ്ചസ് നോക്കാം. സോ നിങ്ങളൊരു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ജോലിക്ക് കയറുന്നതെങ്കിൽ നിങ്ങളുടെ സാലറി ഏകദേശം ഒരു മാസം 20,000 to 28,000 ആയിരിക്കും വരുന്നത്. അതേസമയം CHSLലെ ഒരു ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടാണോ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ 45,000 വരെ സാലറി ലഭിക്കും. അതേസമയം നിങ്ങൾ ഇത്രയും കൂടി ഹയർ ലെവലിലേക്ക് വരുന്ന ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, അത് അധികവും CGLാണ് വരിക. ഫോർ എക്സാമ്പിൾ CBIയിലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് വരും, GSTയുടെ ഇൻസ്പെക്ടർ പോസ്റ്റ് വരും, ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടർ പോസ്റ്റ് വരും. ഇനി അതല്ലാതെ ഓഡിറ്റർ പോസ്റ്റുകളുണ്ട്, അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ അനുസരിച്ച്, അതിൽ ലെവൽ 5 പോസ്റ്റും ലെവൽ 6 പോസ്റ്റും ഉണ്ട്. സോ ഏകദേശം 85,000 to 90,000 ഇൻഹാൻസ് സാലറി ലഭിക്കുന്ന പോസ്റ്റുകളാണ് ഈ ഡിഗ്രി ലെവൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ അപ്പോൾ ഇതാ ഈ MTS എന്ന് പറയുന്നത് 10th ലെവൽ പോസ്റ്റുകളാണ്, CHSL 12th ലെവൽ പോസ്റ്റുകളാണ്. ഇതെല്ലാം തന്നെ ഡിഗ്രി ലെവൽ പോസ്റ്റുകളാണ്. സോ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഹയർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഹയർ എക്സാംസിലേക്ക് തന്നെ എയിം ചെയ്യുക, നിങ്ങൾക്ക് അവിടെ നല്ല സക്സസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് സാലറി മാത്രമാണ്. ഇനി അത് കൂടാതെ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ സിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള
HRA അല്ലെങ്കിൽ ഹൗസ് റെൻ്റ് അലവൻസ് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഡിയർനെസ് അലവൻസ് അതിപ്പം 52% എങ്ങാണ്ടാണ്. ഇനി 8th പേ കമ്മീഷൻ വരുമ്പോൾ അത് വീണ്ടും കൂടും. ട്രാവൽ അലവൻസ് ഉണ്ടാകും. പെൻഷൻ സ്കീമിൽ നിങ്ങൾ ഭാഗമായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അലവൻസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത്തരം എക്സാമുകളിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയറും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ ആയിട്ട് പറയാം കേട്ടോ. ഓരോന്നിനും ഒത്തിരി ഡിഫറെൻ്റ് ആണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് അല്ല, പക്ഷേ മൊത്തത്തിലുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയർ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിലേക്കെല്ലാം തന്നെ സെലക്ഷൻ നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ ടെസ്റ്റുകളിലൂടെയാണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ലഭിക്കുക. ഒരു ചോദ്യം 4 ഓപ്ഷൻസ് ഉണ്ടാകും, അതിലൊരു ഉത്തരം മാത്രം ശരിയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മിക്ക എക്സാംസിനും 2 ടിയർ എക്സാമുകളാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ടിയർ എക്സാം നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് രണ്ടാമത്തെ ലെവൽ എക്സാമിലേക്ക് പോകുന്നു. അതിനുശേഷം നിങ്ങളുടെ റോൾ അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് CHSL വഴി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ ഡേറ്റ എൻട്രിയുടെ സ്പീഡ് ടെസ്റ്റ് ഉണ്ടാകും. ഇനി അതേസമയം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലെ ഒരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ 2 ടിയർ എക്സാമിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടി വരുന്നത് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുമാണ്. അപ്പോൾ അവിടെ കൂടുതലും റണ്ണിങ്ങും ജമ്പിങ്ങും ലോങ് ജമ്പ് അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലും നിങ്ങൾ പങ്കെടുത്ത് അവിടെയും നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം. ക്ലിയർ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഇൻസ്പെക്ടർ പോലെയുള്ള പോസ്റ്റുകളിലേക്ക് SSC CGL വഴി തന്നെ പല പോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പേപ്പർ വരുന്നുണ്ട്, അതുകൂടെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇങ്ങനെ ഇത്തരത്തിൽ ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, സോ Tier 1 ഉം Tier 2 ഉം ഓൾമോസ്റ്റ് എല്ലാ എക്സാമിലും ഉണ്ട്. അതിനുശേഷം നിങ്ങളുടെ പോസ്റ്റ് സ്പെസിഫിക് ആയിട്ടാണ് മൂന്നാമത്തെ സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. ഇനി അതിനുശേഷം നിങ്ങൾ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് കോൾ ലെറ്റർ വരും. അതിനുശേഷം നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്തരം എക്സാമുകളുടെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി കോമൺ എക്സാം പാറ്റേൺ ആണ് പൊതുവെ എല്ലാത്തിലും കാണുന്നത്. അപ്പോൾ ഇവിടെ ഓരോന്നിലും എക്സാമിൻ്റെ സിലബസ് സിമിലർ ആണ്. സെയിം ആണെന്ന് ഞാൻ പറയുന്നില്ല, സിമിലർ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10th ലെവൽ എക്സാമിൽ അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിക്കേണ്ടി വരില്ല. അതേസമയം ഡിഗ്രി ലെവൽ എക്സാമിൽ നിങ്ങൾക്ക് അതുകൂടി പഠിക്കേണ്ടതായിട്ട് വരുന്നു. സോ എക്സാമിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് സിലബസിൽ വ്യത്യാസം വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിലും വ്യത്യാസം വരുന്നുണ്ട്. ആൻഡ് ഓൾസോ മേ ബി എക്സാമിൻ്റെ പാറ്റേണിൽ ചില എക്സാംസിൽ റീസണിങ്ങിന് ഒരു പക്ഷേ 25 മാർക്കായിരിക്കും, എന്നാൽ ചില എക്സാമിന് അതിന് 20 മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സബ്ജക്റ്റിൽ വരുന്ന വെയിറ്റേജിലും വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ പൊതുവേ നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്യുമ്പം 4 സബ്ജക്റ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. സോ Tier 1 ഉണ്ടാവുന്ന റീസണിങ്ങും ജനറൽ അവയർനെസ്സും ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷ് ലാംഗ്വേജും ഇത്രയും കൂടെ കട്ടി കൂടി നിങ്ങളുടെ Tier 2 വരും. മനസ്സിലായോ? സോ ബേസിക്കലി നിങ്ങൾ Tier 1 വേണ്ടി പഠിക്കുന്ന കാര്യം തന്നെ Tier 2 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ അവിടെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ ഒരു ഇച്ചിരി ഒന്ന് ഫ്രണ്ടിലേക്ക് മാറും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോമൺ ആയിട്ട് വരുന്ന എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്ര വേക്കൻസീസ് ആണ് ഓരോ വർഷവും ഈ എക്സാംസിലൂടെ വിളിക്കുന്നതെന്നാണ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് SSCയുടെ ഡിഗ്രി ബേസ്ഡ് എക്സാമായ CGL എക്സാമിലാണ്. സോ ഈ ഒരു കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൽ കഴിഞ്ഞ വർഷം 17,000 അത്രയും വേക്കൻസീസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 10,000ൻ്റെ അടുത്ത് എല്ലാ വർഷവും ആവറേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേക്കൻസീസ് കാണാം. അത് 2022 ആയിരുന്നപ്പം 32,000 ആയിരുന്നു വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, അതായത് +2 ലെവൽ എക്സാമിൽ ഇവിടെ വരുന്നത് +2 ലെവൽ എക്സാമിൽ ഇവിടെ സാധാരണ വരാറുള്ളത് 3,000 to 7,000. നിങ്ങളൊരു ആവറേജ് 4,500 വേക്കൻസീസ് കൂട്ടിക്കോളും. ഓക്കെ, അടുത്തത് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് GD കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ എക്സാം ആണ്. ഇതൊരു 10th എലിജിബിലിറ്റി വരുന്ന എക്സാമാണ്. 50,000 വേക്കൻസിയാണ് സാധാരണ. 40,000 to 50,000 വേക്കൻസീസ് ആണ് എല്ലാ വർഷവും ഇതിലേക്ക് വിളിക്കുന്നത്. ഇനി MTSൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8,000 to 12,000. അത് ഡിപ്പെൻഡിങ് ആണ് കേട്ടോ. സോ MTSൽ തന്നെ MTS സ്റ്റാഫും വരുന്നുണ്ട്, ഹവൽദാറും വരുന്നുണ്ട്. സോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ വേക്കൻസീസ് വരിക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്ന യൂണിഫോം പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നേരത്തെ പറഞ്ഞ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനുകളിൽ വരുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളും കോൺസ്റ്റബിൾ പോസ്റ്റുകളും എന്തായാലും യൂണിഫോം വരുന്ന പോസ്റ്റുകളാണ്. എന്നാൽ അത് മാത്രമല്ല SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിലൂടെ വിളിക്കപ്പെടുന്ന എക്സൈസ് ഇൻസ്പെക്ടറുടെ ബേസിക്കലി ഇൻസ്പെക്ടർ ആൻഡ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന അതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ആ പോസ്റ്റുകളെല്ലാം തന്നെ യൂണിഫോം വരുന്ന പോസ്റ്റുകളാണ്. എന്നാൽ നിങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും യൂണിഫോം ഇടണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. ചിലതിൽ നിങ്ങൾക്ക് നോർമൽ സിവിൽ ഡ്രസ്സിലും ഇരിക്കാം. നിങ്ങളുടെ പ്രിഫറൻസ് ആണ് യൂണിഫോം ഇടണോ വേണ്ടിയോ എന്നുള്ളത് ചില ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച്
ഈ ജോലികളുടെ ഒരു പ്രൊഫൈൽ നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലറിക്കൽ ജോലികളാണ്. ക്ലറിക്കൽ ജോലികൾ എന്ന് ഒരു എക്സാമ്പിളായിട്ട് ഇപ്പം CHSL അതിൽ വരുന്ന LDC ലോവർ ഡിവിഷൻ ക്ലർക്കും ഡേറ്റ എൻട്രി ഓപ്പറേറ്ററും ഇതെല്ലാം തന്നെ ക്ലറിക്കൽ ജോലികളാണ്. ഇനി ഇതിൽ തന്നെ CGLലൂടെ വരുന്ന അസിസ്റ്റൻ്റ് ആൻഡ് ഓഡിറ്റർ പോസ്റ്റുകളും അത് തന്നെയാണ്. എന്നാൽ ഫീൽഡ് ജോബിൽ കൂടുതലും ഫോഴ്സിലേക്ക് വരുന്ന ജോലികളാണ്. എന്നാൽ അതിനെ മാറ്റി നിർത്തിയാൽ നമുക്ക് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ വരുന്നതും സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ വരുന്നതും എൻഫോഴ്സ്മെൻറ്റ് ജോലികളെല്ലാം തന്നെ ഫീൽഡ് ജോലികളാണ്. ഇനി പ്രോപ്പർ യൂണിഫോം ആയിട്ടുള്ള പോലീസ് ജോലികൾ എന്ന് പറയുന്നത് ഡൽഹി പോലീസിലും CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിൻ്റെയും കീഴിലും വരുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളും അതുപോലെ തന്നെ വരുന്ന കോൺസ്റ്റബിൾ പോസ്റ്റുകളുമാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ CHSLലൂടെ വിളിക്കുന്ന LDC എന്ന് പറയുന്ന പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള ക്ലറിക്കൽ ജോലിയാണ്. ഡേറ്റ എൻട്രി ചെയ്യാനുണ്ടാകും, ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാകും, ഓഫീസിൽ കിട്ടുന്ന ഫയൽസ് ഒക്കെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അതിൻ്റെ റെക്കോർഡിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ജോലികളായിരിക്കും. അതേസമയം ഒരു ടാക്സ് ഇൻസ്പെക്ടറിന് നിങ്ങൾക്ക് ഫീൽഡ് വിസിറ്റിന് പോകേണ്ട സമയത്ത് ഫീൽഡ് ഡ്യൂട്ടി ഉണ്ടാകും. ആ നിങ്ങൾ ചെയ്യുന്ന ഫീൽഡ് റെയ്ഡിൻ്റെയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷൻ ജോലിയും അദ്ദേഹം തന്നെ അല്ലെങ്കിൽ മേ ബി ആ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റൊരാൾക്ക് ഡെസ്കിലിരുന്നും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും മിക്സാണ്, അതായത് ഓഫീസ് ജോലിയുടെയും ഫീൽഡ് ജോലിയുടെയും മിക്സാണ് ഈ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി അതേസമയം പ്രോപ്പർ പോലീസ് ജോലി, അതായത് യൂണിഫോം ജോലി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഡൽഹി പോലീസിൻ്റെയും CAPFിൻ്റെയും കീഴിൽ വരുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളും കോൺസ്റ്റബിൾ പോസ്റ്റുകളും എല്ലാം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫീൽഡ് ജോലികളാണ്. അവിടെ നിങ്ങൾക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ ജോലി കിട്ടുകയാണെങ്കിലാണ് അവിടെ കൂടുതലും ഒരു ക്ലറിക്കൽ ജോലി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SSCയുടെ റിക്രൂട്ട്മെൻറ്റ് എല്ലാ വർഷവും നടക്കാറുണ്ട്. സോ എല്ലാ വർഷവും ഡിസംബർ ആകുമ്പോഴേക്കും അടുത്ത വർഷത്തേക്കുള്ള എക്സാമിൻ്റെ കാലണ്ടർ SSC പുറത്തിറക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം ഡിസംബർ ആകാൻ പോകുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും SSC 2026 നടക്കാൻ പോകുന്ന എല്ലാ എക്സാംസിൻ്റെയും ഡീറ്റെയിൽസ് പുറത്തുവിടും. ഓക്കെ, അപ്പോൾ അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു എക്സാമിനെ പറ്റി മസ്റ്റായിട്ടും അവെയർ ആയിരിക്കണം. കാരണം നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടമാകും. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റീസാണ് ഈ ഒരു എക്സാം നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് CGLൻ്റെ ഡേറ്റുകളായിരിക്കും വരിക, അത് കഴിഞ്ഞ് CHSL വരും, MTS വരും, പിന്നെ CPO വരും, GD വരും. ഇങ്ങനെയാണ് എപ്പോഴും ആ ഒരു ഫ്ലോ നടക്കാറ്. സോ അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. സോ ssc.gov.in എന്ന് പറയുന്നതാണ് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ലോഗിൻ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് കാണാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഈ എക്സാംസിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഡിഗ്രി ഉള്ള ഒരാളാണെങ്കിൽ 10th അപ്ലൈ ചെയ്യാം, 12th ഉള്ളതിനും അപ്ലൈ ചെയ്യാം, ഡിഗ്രിക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് ഓരോന്നിനും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന OTR ഒരൊറ്റ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഈ പല എക്സാംസിനും ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 1 ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഇപ്പം തന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴേക്കും ഒറ്റ ക്ലിക്കിലൂടെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സാംസിന് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നന്നായിട്ട് പഠിക്കാനും ശ്രമിക്കണം. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ അല്ല വരുന്നത്, കാലണ്ടറാണ് വരുന്നത്. സോ എല്ലാ വർഷവും നടക്കാറുള്ളതാണ് ഈ എക്സാംസ്. എല്ലാ വർഷവും ഒരു മുടക്കവും ഇല്ലാതെ നടന്നിട്ടുള്ള CGL എക്സാമും CHSL എക്സാമും MTS എക്സാമും 2026 അതുപോലെ തന്നെ നടക്കും. അപ്പോൾ അതിന് നിങ്ങൾ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചില സ്പെഷ്യൽ ബാച്ചസ് എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചസിൽ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ SSCയുടെ മിഷൻ 2026 ബാച്ചാണ്. ഇതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു +2 ഇയർ ഗോൾഡ് വാലിഡിറ്റി എക്സ്റ്റൻഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ഇയർ എക്സ്റ്റൻഷനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസിലൂടെ നിങ്ങളുടെ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്തു തരുന്നു. അതിനുശേഷം ലൈവ് ക്ലാസ്സസിലൂടെ നിങ്ങളുടെ പ്രാക്ടീസ് നന്നായിട്ട് പോകുന്നു എന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്നു. ഇനിയിപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല.
നിങ്ങളുടെ ബേസിക് ലെവൽ പ്രിപ്പറേഷൻ മുതൽ നിങ്ങളുടെ ഫൈനൽ ലെവൽ പ്രിപ്പറേഷൻ വരെ ഹെൽപ്പ് ചെയ്യാൻ എൻട്രി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക്ക് ക്വസ്റ്റ്യൻസും ക്വിസസും ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ ലൈവ് സെഷൻസ് നടത്താറുണ്ട്. മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിൽ ത്രൂ ഔട്ട് ലഭിക്കുന്നതായിരിക്കും. ടീച്ചേഴ്സിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ എക്സാമിന് നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് സിലബസ് കവേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആണ് നമ്മൾ ഈ കോഴ്സിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിളിച്ച് സംസാരിക്കണം, നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്, അതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ ഈ നമ്പർ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എന്തൊക്കെയാണ് ചോദ്യങ്ങളുള്ളത് അതിനെ എഴുതി നമ്മളെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് SSC എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. വീഡിയോയുടെ താഴെ നിങ്ങളുടെ കോമെൻറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും പറയുക. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയം കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. കാരണം ഡിസംബറിൽ കാലണ്ടർ വരും, അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മിസ്സായി പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, എങ്കിൽ മാത്രമാണ് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.